നമ്മൾക്ക് താങ്ങാവുന്നതിനപ്പുറമുള്ള ഒരു പ്രതിസന്ധി നമ്മുടെ ജീവിതത്തിൽ വരില്ല. അഥവാ വന്നാൽ കേരളത്തില് ഈ 10ഉം +2ഉം ലിബറൽ ആക്കാനുള്ള കാരണം എന്താണെന്നറിയോ? കുറെ കുട്ടികൾ പരീക്ഷയെ പേടിച്ചിട്ടും പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞപ്പോഴും ആത്മഹത്യ ചെയ്തു. അപ്പൊ കുട്ടികൾക്ക് ടെൻഷൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പരീക്ഷ ഓൾ പ്രൊമോഷൻ കൊടുക്കാനും കൂടുതൽ കുട്ടികൾക്ക് A+ കൊടുക്കാനും നോക്കിയത്. സത്യത്തിൽ ആ തീരുമാനം ഇപ്പോൾ തെറ്റായി എന്നുള്ളതാണ് തിരിച്ചറിവ്. ശരിക്കും പ്രതിസന്ധി വരുമ്പോൾ ഒളിച്ചോടുവല്ല ചെയ്യേണ്ടത്. ആ പ്രതിസന്ധിയെ നേടാനുള്ള ചങ്കൂറ്റം ഉണ്ടാക്കാൻ പഠിപ്പിക്കലാണ് ചെയ്യേണ്ടത്. ഒന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾ പട്ടാളക്കാരാന്ന് വിചാരിക്കുക. യുദ്ധം ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോൾ പാകിസ്ഥാനിൽ നിന്ന് ശത്രുക്കൾ വരുന്നു. നിങ്ങൾ എന്ത് ചെയ്യണം? അയ്യോ, ശത്രുക്കൾ വരുന്നു, ഞങ്ങളെ കൊല്ലാൻ വരുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ യുദ്ധത്തിലില്ലേ എന്ന് പറഞ്ഞ് പേടിച്ചിരുന്നാൽ അവർ നമ്മളെ ആക്രമിക്കും, നമ്മുടെ രാജ്യം കീഴടക്കും. യെസ് ഓർ നോ? അവരെക്കാൾ ശക്തരായി നമ്മൾ മാറണമെങ്കിൽ അത്തരത്തിലുള്ള ചങ്കൂറ്റം നമുക്ക് ഉണ്ടാകണം. ആ ചങ്കൂറ്റം ഉണ്ടാണെങ്കിൽ നമ്മൾ ആദ്യം പ്രാക്ടീസ് ചെയ്യണം. ട്രെയിൻ ചെയ്ത് കൂടുതൽ ധൈര്യശാലികളാകണം, കൂടുതൽ തീരുമാനം എടുക്കാൻ കപ്പാസിറ്റി ഉള്ളവരാകണം, കൂടുതൽ കോൺഫിഡൻസ് ഉള്ളവരാകണം. അങ്ങനെ ആയി മാറുമ്പോൾ നമുക്ക് ശത്രു രാജ്യത്തെ തോപ്പിച്ച് വിജയിക്കാനായിട്ട് സാധിക്കും. യെസ് ഓർ നോ? ആ തോപ്പിക്കാനുള്ള കോൺഫിഡൻസ് ഉണ്ടാണെങ്കിൽ പ്രതിസന്ധികളെ നേടാനുള്ള ചങ്കൂറ്റം കാണിക്കുക. ഒളിച്ചോടരുത്, പരീക്ഷ ഒളിച്ചോടരുത്, ജീവിതത്തിൽ ഒളിച്ചോടരുത്, ഇന്റർവ്യൂ വരുമ്പോൾ ഒളിച്ചോടരുത്. ചങ്കൂറ്റം ഉണ്ടാക്കണം. നമ്മൾക്ക് താങ്ങാവുന്നതിനപ്പുറമുള്ള ഒരു പ്രതിസന്ധി നമ്മുടെ ജീവിതത്തിൽ വരില്ല. അഥവാ വന്നാൽ അതിനെ തരണം ചെയ്യാനുള്ള കരുത്തൂടെ നമുക്ക് ആർജിക്കാനുള്ള ഒരു കഴിവൂടെ ഉണ്ടാകും. ആ കഴിവുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പഠനം. ജീവിതത്തെ നിങ്ങളൊന്ന് ത്രില്ലിംഗ് ആയിട്ട് കണ്ടേ, ഒരു വാശിയാക്കി എടുത്തേ. ഞാൻ ഈ ലോകത്ത് നേടാൻ ആഗ്രഹിക്കുന്നത് നേടിയിട്ടേ അടങ്ങൂന്നൊന്ന് തീരുമാനിച്ചേ. കിട്ടുന്ന ജോലി മേടിക്കാനല്ല, ഞാൻ ആഗ്രഹിക്കുന്ന ജോലി ഞാൻ നേടിയെടുക്കൂന്ന് പറഞ്ഞേ. ഈ കിട്ടി ശീലിച്ചുകൊണ്ട് നമുക്ക് ഈ ചമ്മല് നേടി ശീലിച്ചേ. ഞാൻ ആഗ്രഹിക്കുന്ന ജീവിതം, ഞാൻ ആഗ്രഹിക്കുന്ന വരുമാനം, ഞാൻ പോകാൻ ആഗ്രഹിക്കുന്ന രാജ്യങ്ങൾ മരിക്കുന്നതിന് മുമ്പ് നേടുമെന്ന് തീരുമാനിച്ചേ. ശൂന്യനായ മരിക്കുവോളെന്ന് ചിന്തിച്ചേ. എന്റെ സ്വപ്നങ്ങൾ എന്തൊക്കെയാണോ ആ സ്വപ്നങ്ങൾ ഞാൻ നേടിയിട്ടേ പോകത്തുള്ളൂ തീരുമാനിച്ചേ. 1 by 1 ആയിട്ട് നേടിയെടുക്കണം. അതിനുള്ള ചങ്കൂറ്റം കാണിക്കണം. വീട്ടിലോട്ട് പോയാൽ കാണാൻ സാധിക്കും സ്വപ്നങ്ങൾ നേടാതെ കരഞ്ഞിരിക്കുന്ന അമ്മയും അച്ഛനെയൊക്കെ. അവരുടെ പല സ്വപ്നങ്ങൾ നേടാനായിട്ടാണ് നമ്മളെ പഠിപ്പിക്കുന്നതെന്നൊക്കെ പറയും. അവർക്കൂടെ വേണ്ടിയിട്ടുള്ള സ്വപ്നം നേടാൻ ഇറങ്ങിത്തിരിക്കുമ്പോളെ ഒരു എക്സ്ട്രാ എനർജി ഉണ്ടാവും.